ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നിലത്തെ വെയിറ്റ് ആണ് കേട്ടോ 1/2 കിലോ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സോ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്കിടാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പ്രോൺസിലും ആ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് പ്രോൺസ് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പ്രോൺസ് ഇട്ടിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാ പ്രോൺസും ഒന്ന് മറിച്ചിടാം. പ്രോൺസ് പെട്ടെന്ന് വേകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റൊക്കെ വെന്താൽ മതി. ഓവറായിട്ട് വേകണ്ടായല്ലോ. ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ പ്രോൺസ് ഇടുന്ന ഒരു റബ്ബർ പോലെ ആയിപ്പോകും. അപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും 3 മിനിറ്റ് വെച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ 2 സൈഡും ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ പ്രോൺസ് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കതിന് മസാല റെഡിയാക്കി എടുക്കാം. ഈ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ശകലവും കൂടി എണ്ണ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരാറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 15 അല്ലി ചുമന്നുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി തന്നെ ചേർക്കണം കേട്ടോ, കാരണം സബോള ചേർത്താൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കരിയാപ്പല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചനിറം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത് എരിവുള്ള മുളക് പൊടിയാണ് വെച്ചിരുന്നത്, അപ്പോൾ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. മസാല നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം മസാല നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്.
മസാല ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ്. തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ പറ്റി നമ്മുടെ മസാല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ഈവൻ ചപ്പാത്തിയുടെ ഒക്കെ കൂടെയാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഞാനിവിടെ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.